ഹജ്ജിന് ഒരു പുണ്യയാത്ര ചെയ്യാൻ പോകുന്ന ആളുകളെ ആരെങ്കിലും ഉപദ്രവിക്കും? അവർ ഇയാൾ വല്ലതും ചെയ്തതാണോ? അല്ല. അതിനയാൾ കപ്പൽ ഉപരോധിച്ചു, കപ്പൽ മുക്കി കൊല്ലാണ് അയാൾ. അപ്പോൾ പ്രധാനപ്പെട്ട പണ്ഡിതനായ നമ്പൂതിരിയെ പറഞ്ഞേക്കാണ് ആര്? സാമൂതിരി. ഒന്ന് പോയി പറയാ അയാളോട്, അയാൾക്ക് എന്തോ തെറ്റിദ്ധാരണയാണ്, അയാളോട് ഒന്ന് പോയി സംസാരിക്കുക, ആ സാധുക്കളെ കൊല്ലാൻ പാടില്ല. ഒരു കാരണമില്ലാതെ 16 നായർ പടയാളികളെ അടിമകളാക്കി കൊണ്ടുപോയ ക്രൂരനാ പിന്നെ തിരിച്ചു വന്നിട്ടുള്ളത്. അന്നത്തെ കേരളത്തിലെ പ്രധാനപ്പെട്ട ബ്രാഹ്മണനാണ് സംസാരിക്കാൻ പോണത്. ഇയാൾ എന്ത് പോയത്? ഇയാൾക്കറിയാലോ, എന്റെ ജീവൻ കളയും, എന്നെ കൊന്ന് കടലിലിടയായിരിക്കും. എന്താ ഇയാൾക്ക് സാമൂതിരിയോട് പറഞ്ഞൂടെ? ഈ ബ്രാഹ്മണന് പറഞ്ഞൂടെ? എന്ത്? ഞാനതിന് പോകൂല. എന്തുകൊണ്ട്? എനിക്കെന്റെ ജീവനെ പേടിയുണ്ട്. പറഞ്ഞോ? ഇല്ല. പോയി ചെന്ന ഉടനെ തന്നെ വാസ്കോ ഡ ഗാമ എന്താ ചെയ്തത്? അയാളെ മൂക്ക് അരിഞ്ഞ് ചെവി പട്ടിയെ അറുത്തിട്ട് പട്ടിയുടെ ചെവി ഇയാളെ ചെവിയിൽ തുന്നിക്കെട്ടി തിരിച്ചയച്ചു. ഇതൊക്കെയാണ് സൈക്കിൾ എന്തിനു വേണ്ടിയാ? അച്ഛന് പോയ ആളുകളെ. എന്നിട്ട് മക്കാലത്ത് പറഞ്ഞു, അച്ഛന് പോകുന്ന സാധുക്കളാണ്, കൊല്ലരുത്. ഹജ്ജിന് പോകുന്ന ആളുകൾക്ക് വേണ്ടി അവരെ കൊല്ലരുത്. 2 കപ്പൽ നിറയെ ഹജ്ജിന് പുറപ്പെട്ട, കണ്ണൂരിൽ നിന്ന് ഹജ്ജിന് പുറപ്പെട്ട ആളുകളെ കപ്പൽ മുക്കി കൊല്ലാണ് ആദ്യമായി ആര് ചെയ്തത്? വാസ്കോ ഡ ഗാമ ചെയ്തത് 2ാം വരവിൽ AD 1502. 2ാം വരവിൽ. 1ാം വരവല്ല. 1ാം വരവ് 1498. മനസ്സിലായില്ലേ? 2ാം വരവ് AD 1502. 2ാം വരവിൽ ആദ്യമായി അവ മുക്കിക്കൊല്ലാൻ ഒരുങ്ങുക. അപ്പോൾ സാമൂതിരി രാജാവ് മെസ്സേജ് ആളെ പറഞ്ഞയച്ചു, കൊല്ലരുത് എന്ന് പറയാനാണ് പോയത്. ആരെ പറഞ്ഞയച്ച്? അന്ന് കേരളത്തിലെ പ്രഗത്ഭനായ ബ്രാഹ്മണൻ, ഈ നേരും നെറിയില്ലാത്ത ക്രൂരനായ മനുഷ്യന്റെ അടുത്തേക്ക് പറഞ്ഞയച്ചു സാമൂതിരി. ഇയാൾ പോകാനും തയ്യാറായി. ക്രൂരനായ മനുഷ്യനാണ് ആര് എന്ന് 1ാം വരവിൽ അറിയാം. 1ാം വരവിൽ സാമൂതിരിയുടെ 16 നായർ പടയാളികളെ പിടിച്ച് അടിമകളാക്കിയിട്ടാണ് പോർച്ചുഗീസിലേക്ക് തിരിച്ചു പോകുന്നത്. ആര്? വാസ്കോ ഡ ഗാമ. അപ്പൊ ഇയാൾ ക്രൂരനാണെന്ന് അറിയാലോ. എന്താ പറഞ്ഞു? പറ ചരിത്രം പറ. എന്താ പറഞ്ഞു? പറ. എന്താ ചിന്തിക്ക്? ഇവിടെ ചിന്തിക്ക് കുട്ടി, ഇവിടെ നീ ചിന്തിക്ക്. അതായത് 1ാം വരവ് കഴിഞ്ഞ് AD 1498 ഒക്ടോബറിലാണ് 1ാം വരവ്. ഈ വന്ന സന്ദർഭത്തിൽ തിരിച്ചു പോകുമ്പോൾ ഇയാൾക്ക് ദേഷ്യം വന്നു. ആരോട്? സമുദ്രം. എന്തുകൊണ്ട്? തീരദേശത്തെ കച്ചവടത്തിൽ മുസ്ലിമീങ്ങളെ ഒഴിപ്പിച്ച് പൂർണ്ണമായി യൂറോപ്യരായി ഞങ്ങളെ ഏൽപ്പിക്കണമെന്നാണ് അയാൾ വാദിച്ചത്. അതിന് സാമൂതിരി തയ്യാറാവൂല. എന്തുകൊണ്ട്? ഒരു സാധാരണ നിലക്ക് കച്ചവടം ചെയ്ത് രാജ്യത്തിന്റെ എല്ലാ നിയമം പാലിക്കുന്ന ഒരു ജനതയോട് അവരെ ഒഴിവാക്കിയിട്ട് വേറെ കച്ചവടം ചെയ്തോളി, അല്ല അവരെ ഒഴിവാക്കാൻ പറ്റൂല, നിങ്ങൾ അപ്പുറത്തെ വീട് വെച്ചോളി. ആര് പറഞ്ഞു? സമുദ്രി പറഞ്ഞു. അതിനയാൾക്ക് ദേഷ്യം വന്നു. അപ്പോൾ അയാൾ തിരിച്ചു പോകുമ്പോൾ തീരദേശത്ത് കണ്ട 16 നായർ പടയാളികളെ പിടിച്ച് കപ്പലിൽ കയറ്റി കൊണ്ടുപോയി അടിമയാക്കി. ആരെ പറയൂ? സാമൂതിരിയുടെ പട്ടാളക്കാരായ 16 നായർ പടയാളികളെ പിടിച്ച് അടിമയാക്കി പോർച്ചുഗലിലേക്ക് കൊണ്ടുപോകാണ്. ആര്? വാസ്കോ ഡ ഗാമ 1ാം സമയത്ത് ചെയ്ത തിന്മേതാണ്. അപ്പൊ ഇയാൾക്ക് എന്തില്ല? ഹൃദയമില്ലല്ലോ, ക്രൂരനല്ലേ. ഈ ആൾ പിന്നെ 1502 തിരിച്ചു വരികയാണ് അക്രമത്തിന് പടക്കപ്പലും കൊണ്ട്. എന്നിട്ട് അയാൾ ആദ്യമായി എന്താ ചെയ്യണത്? നിർദോഷികളായി ഹജ്ജിന് ഒരു പുണ്യയാത്ര ചെയ്യാൻ പോകുന്ന ആളുകളെ ആരെങ്കിലും ഉപദ്രവിക്കും? അവർ ഇയാൾ വല്ലതും ചെയ്തതാണോ? അല്ല. അതിനയാൾ കപ്പൽ ഉപരോധിച്ചു, കപ്പൽ മുക്കി കൊല്ലാണ് അയാൾ. അപ്പോൾ പ്രധാനപ്പെട്ട പണ്ഡിതനായ നമ്പൂതിരിയെ പറഞ്ഞേക്കാണ് ആര്? സാമൂതിരി. ഒന്ന് പോയി പറയാ അയാളോട്, അയാൾക്ക് എന്തോ തെറ്റിദ്ധാരണയാണ്, അയാളോട് ഒന്ന് പോയി സംസാരിക്കുക, ആ സാധുക്കളെ കൊല്ലാൻ പാടില്ല. 2 കാര്യം. മുസ്ലിങ്ങളല്ലേ കൊന്നോട്ടെ എന്ന് സാമൂതിരി പറഞ്ഞു. പറഞ്ഞു ഇല്ല. നമ്പൂതിരിക്ക് ഒരു ചിന്തിക്കാലോ, എന്ത്? ഞാൻ അങ്ങോട്ട് തിരിച്ചു വരൂല. എന്ത്? ഞാൻ തിരിച്ചു വരൂല. എന്തുകൊണ്ട്? ഇയാളാരാ? പറയൂ, ഇയാളാരാ? ഒരു കാരണമില്ലാതെ 16 നായർ പടയാളികളെ അടിമകളാക്കി കൊണ്ടുപോയ ക്രൂരനാ പിന്നെ തിരിച്ചു വന്നിട്ടുള്ളത്. അന്നത്തെ കേരളത്തിലെ പ്രധാനപ്പെട്ട ബ്രാഹ്മണനാണ് സംസാരിക്കാൻ പോണത്. ഇയാൾ എന്ത് പോയത്? ഇയാൾക്കറിയാലോ, എന്റെ ജീവൻ കളയും, എന്നെ കൊന്ന് കടലിലിടയായിരിക്കും.
എന്താ ഇയാൾക്ക് സാമൂതിരിയോട് പറഞ്ഞൂടെ, ഈ ബ്രാഹ്മണന് പറഞ്ഞൂടെ? എന്ത്, ഞാനതിന് പോകൂല. എന്തുകൊണ്ട്? എനിക്കിന്റെ ജീവനെ പേടിയുണ്ട്. പറഞ്ഞോ? ഇല്ല. പോയി. ചെന്ന ഉടനെ തന്നെ വാസ്കോടി ഗാമ എന്താ ചെയ്തത്? അയാളെ മൂക്ക് അരിഞ്ഞ് ചെവി അരിഞ്ഞ്, പട്ടിയെ അറുത്തിട്ട് പട്ടിയുടെ ചെവി ഇയാളെ ചെവിയിൽ തുന്നിക്കെട്ടി തിരിച്ചയച്ചു. ഇതൊക്കെയാണ് സൈക്കിൾ എന്തിനു വേണ്ടിയാ? അച്ഛന് പോയ ആളുകളെ. എന്നിട്ട് മക്കാലത്ത് പറഞ്ഞു, അച്ഛന് പോകുന്ന സാധുക്കളാണ്, കൊല്ലരുത്. എന്താ നിങ്ങൾ വിചാരിച്ചേ? ഇതിനൊക്കെ ഹിന്ദുക്കൾ തയ്യാറായത് എന്തുകൊണ്ടാ? അവരെ കയ്യിൽ എന്തുണ്ട്? ഒരു ധർമ്മസംഹിത ഉണ്ട്. ഇവിടെ നിലനിൽക്കേണ്ട ധർമ്മസംഹിതയാണ്. ഈ ലോകത്താളുകളും മുഴുവൻ മുസ്ലിമാകൽ ഇസ്ലാമിന്റെ ലക്ഷ്യമല്ല, നബിയുടെ ലക്ഷ്യമല്ല. മുഅ്മിനാകേണ്ടവർക്ക് മുഅ്മിനാകാം, നിഷേധിക്കാം. മനസ്സിലാണ്ട് പറഞ്ഞത്. നിങ്ങൾ എന്താ ചിന്തിക്കാത്തത്? നമ്മൾ പ്രശ്നം മനസ്സിലാക്കണം. കഅബാലയം ശുദ്ധീകരിച്ചില്ലേ? കഅബാലയം ശുദ്ധീകരിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? കഅബാലയത്തിലെ വിഗ്രഹങ്ങൾ നബി എടുത്ത് ഒഴിവാക്കി. അതിൻ്റെ അർത്ഥം എന്താ? നീ പറ, അതിൻ്റെ അർത്ഥം എന്താ? നിന്റെ പോരയിൽ ഞാൻ അതിക്രമിച്ച് കയറി. എന്നിട്ട് എന്ത് ചെയ്തു? നിന്റെ ആളുകളെ ചവിട്ടി പുറത്താക്കി. എന്നിട്ട് നിന്റെ പോരയിൽ ഞാൻ എൻ്റെ ബാപ്പാൻ്റെയും മൂത്താപ്പാൻ്റെയും വല്യാപ്പാൻ്റെയും ഒക്കെ ഫോട്ടം വെച്ച്, പിന്നെ ഞാനും എൻ്റെ ആളുകളും അവിടെ അങ്ങനെ കഴിഞ്ഞോടി. ഇനിയൊരു കാലത്ത് നിന്റെ പേരക്കുട്ടി വന്നാൽ എന്താ ചെയ്യുക? കഅബാലയത്തിലെ വിഗ്രഹങ്ങളെ നബി എടുത്തു കളഞ്ഞു എന്ന് പറഞ്ഞാൽ ലോകത്ത് എവിടെ വിഗ്രഹം കണ്ടാലും അത് നേരെ എടുത്തു വെച്ചറിയാന്നാണോ അതിൻ്റെ അർത്ഥം? നിന്റെ പേരിൽ നിന്റെ മൂത്താപ്പാൻ്റെ ഫോട്ടോ വെക്കണേ എനിക്കെന്താ? നിന്റെ മൂത്താപ്പാൻ്റെ നിന്റെ പേരാണ്. ലോകത്തെ ഒരു ശിർക്കിൻ്റെ മണ്ഡപത്തിലൊരു വിഗ്രഹം കാണുന്നതിന് മുസ്ലിമിനൊരു അസഹിഷ്ണുതയില്ല. അത് അവൻ്റെ ആരാധനാലയം. ഇതാരുടേതാണ്? തൗഹീദിൻ്റെ ആരാധനാലയമാണ്. മനസ്സിലായോ? ആ തൗഹീദിൻ്റെ ആരാധനാലയം അവിടെ പുനർനിർമ്മിച്ച് ലോകത്തിന് നൽകിയ സയ്യിദ് ഇബ്രാഹിമിൻ്റെ പേരക്കുട്ടി വന്നാൽ എന്താ ചെയ്യേണ്ടത്? ഇത് ഇവിടെ വേണ്ട, ഇത് ഇസ്ലാമിൻ്റെതാണ്, ഇത് തൗഹീദിൻ്റെതാണ്, ഇതിവിടെ വേണ്ട. അതിൻ്റെ അർത്ഥം ലോകത്തുള്ള എല്ലാ വിഗ്രഹവും നബി വിളിച്ചതിന്ന. അപ്പുറത്ത് വേറെ വിഗ്രഹം ഉണ്ടല്ലോ, അവർക്ക് എഴുതി കൊടുത്ത് എന്ത് കുഴപ്പമില്ലട്ടോ നൽകുന്നു. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? മനസ്സിലായിട്ടില്ലെങ്കിൽ മനസ്സിലായിട്ടില്ല എന്ന് പറയും. മനസ്സിലായിട്ട് നീ മനസ്സിലാക്കുന്ന നിങ്ങൾ കാലം വരെ എന്ത് മനസ്സിലാക്കി? വിഗ്രഹം എവിടെ കണ്ടാലും അവർക്ക് വലിച്ചെറിഞ്ഞ നമ്മളാണമേ. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? അതേസമയത്ത് വിഗ്രഹാരാധന നമ്മൾ അംഗീകരിച്ചു എന്നാണോ ഇതിൻ്റെ അർത്ഥം? നമ്മൾ അംഗീകരിക്കണോ ഓന് ആരാധിക്കാൻ? നിന്റെ പരിയിൽ ചോറുന്നാണെങ്കിൽ ഇജ്ജ് പറയണം, എന്നാ ചോറ് എടുത്തേക്കല്ലേ എൻ്റെ പെണ്ണുങ്ങൾ പരവട്ടായി ചോദിക്കണേ, ഇജ്ജ് മൂളിയിട്ടില്ല, അതുകൊണ്ട് ഓളും കുട്ടികളും ഇങ്ങനെ ഒന്ന് നിന്റെ പേരിൽ ചോറുന്നാന്ന് വെച്ച് പറഞ്ഞു. നിന്റെ പേരിൽ ചോറുന്നാന്ന് വെച്ച് പറയണ്ട, എന്നാ പിന്നെ എന്നെ വലിയ പറ്റും. മനസ്സിലാണ്ട് പറഞ്ഞു. ഇന്ന അവ്വല ബൈതി മുദിഅ ലിന്നാസി ലല്ലദീ ബിബക്കത മുബാറകൻ വഹുദൻ ലിൽആലമീൻ ഫീഹി ആയാതും ബയ്യിനാതും മഖാമു ഇബ്രാഹിം. സയ്യിദ് ഇബ്രാഹിം അലൈഹിസ്സലാം പുനർനിർമ്മിച്ച് ലോകത്ത് ആദ്യമായി അല്ലാഹു മലക്കിനുകളാൽ സ്ഥാപിച്ചിട്ടുള്ള തൗഹീദിന്റെ ഒരു വിഗ്രഹവുമില്ലാത്ത ആരാധനാലയമാണ് ഏത്? മക്കാബാലയം. തൗഹീദിന് വേണ്ടി ഉണ്ടാക്കിയൊരു പട്ടണമാണ് മക്ക. തിരിഞ്ഞില്ല, തൗഹീദിന്റെ പട്ടണമാണ്. അവിടെ ഒരു മനുഷ്യനും ഇല്ല. ഒരു സിവിലൈസേഷൻ അഡ്വാൻസ് ചെയ്യപ്പെടാനുള്ള സാഹചര്യോടില്ല. മുക്കം അങ്ങനത്തെ നാടാണ്ടില്ല. എന്തുകൊണ്ട്? മുക്കം മനുഷ്യപ്പറ്റിന് പറ്റിയ ഒരു നാടാണ്. അവിടെ ഹിന്ദു പാർത്തു, മുസ്ലിം പാർത്തു, ക്രിസ്ത്യാനി പാർത്തു, ആര് പാർത്താലും പാർക്കാം. അത് ഏത് സിവിലൈസേഷനും പറ്റിയ ഒരു നാടാണ് മുക്കം. മക്ക അങ്ങനെയല്ല. മക്കൾക്കൊരു സിവിലൈസേഷൻ അഡ്വാൻസ് ചെയ്യപ്പെടാനുള്ള സാഹചര്യം ഇല്ല. എന്തുകൊണ്ട് പറയും? എന്തുകൊണ്ട്? വെള്ളം. ഒരു സിവിലൈസേഷൻ ഉണ്ടാകണമെങ്കിൽ അടിസ്ഥാന ആവശ്യമാണ് എന്ത്? ജീവജലം. അത് മോഹൻജദാരോവിലാണെങ്കിലും, അത് ഹാരപ്പയിലായാലും, അത് നൈൽ നദി സിവിലൈസേഷൻ ആയാലും, അത് മെസോപ്പൊട്ടോമിയൻ സിവിലൈസേഷൻ. ഏതാ മെസോപ്പൊട്ടോമിയൻ സിവിലൈസേഷൻ? മെസോപ്പൊട്ടോമിയൻ സിവിലൈസേഷൻ എന്നാൽ ഏതാണ്? യൂപ്രട്ടീസിനെ പറ.
യൂഫ്രട്ടീസിന്റെയും ടൈഗ്രീസിന്റെയും ഇടയിലുള്ള നദീതട സംസ്കാരമാണ് എന്ത്? മെസോപ്പൊട്ടേമിയൻ സിവിലൈസേഷൻ. മനസ്സിലായോ? എത്യോപ്യയിലെ മഞ്ഞുമലകളിൽ നിന്നും ടാൻസാനിയയിലെ വിക്ടോറിയ തടാകത്തിൽ നിന്നും ഉത്ഭവിച്ച് 6000 ചില്ലാനം കിലോമീറ്ററുകൾ മരുഭൂമികളിലൂടെ ഒഴുകി വന്ന് നേരെ ഈജിപ്തിൽ പ്രവേശിച്ചതിന് ശേഷം ഈജിപ്തിലൂടെ ഏകദേശം 1000-ലേറെ കിലോമീറ്ററുകൾ ഒഴുകി ഈജിപ്തിൽ നിന്ന് മെഡിറ്ററേനിയനിൽ പ്രവേശിക്കുന്ന ലോകത്തെ ഏറ്റവും നീളം കൂടിയ നദിയാണ് ഏത്? നൈൽ നദി. ആ നൈൽ നദിയുടെ ചുറ്റുവട്ടത്ത് എത്യോപ്യ മുതൽ മെഡിറ്ററേനിയൻ വരെ മനുഷ്യ നാഗരികതകൾ വന്നു എല്ലാ കാലത്തും. എന്തുകൊണ്ട്? അവിടെ എന്തുണ്ട്? വെള്ളമുണ്ട്. പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? സൈന്ധവ നാഗരികത ഇൻഡസ് വാലിയിൽ ഉണ്ടായതാണ് സൈന്ധവ നാഗരികത. എന്താ സൈന്ധവ നാഗരികയുടെ അടിസ്ഥാനം? വെള്ളം. മനസ്സിലാണല്ലോ പറഞ്ഞത്? ചിന്തിക്ക്. ബംഗാൾ സിവിലൈസേഷനിൽ ബംഗാളിനെ എന്താ പറയാ, ബ്രിട്ടീഷുകാർ ആദ്യമായി ഇന്ത്യയിൽ നിന്ന് കൈവശപ്പെടുത്തുന്നത് ഏതാണ്? 18-ാം നൂറ്റാണ്ടിൽ AD 18-ാം നൂറ്റാണ്ടിൽ ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നിന്ന് ആദ്യം പിടിച്ചടക്കുന്ന മണ്ണേതാ? ബ്രഹ്മപുത്രയുടെ തീരം. അതാണ് എന്ത്? ബംഗാള്. നിങ്ങളിന്റെ കൂടെ ഇല്ല, മനസ്സിലായില്ല? ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നിന്ന് ആദ്യമായി ഇന്ത്യയിൽ നിന്ന് പിടിച്ചെടുക്കുന്ന ഭൂപ്രദേശം ഏതാ? പറയടോ, ഏതാണ്? ബ്രഹ്മപുത്രയുടെ തീരം. അവിടെ മനുഷ്യൻ ജീവിക്കാം. അവിടുത്തെ സിവിലൈസേഷൻ അത്ര മനോഹരമായ സിവിലൈസേഷൻ അവിടെ കടന്നുപോയി. എന്തുകൊണ്ട്? സമൃദ്ധമായി അവിടെ എന്തുണ്ട്? വെള്ളമുണ്ട്. അപ്പൊ ഒരു ജനത അഡ്വാൻസ് ചെയ്യപ്പെടണമെങ്കിൽ അവിടെ എന്താ വേണ്ടത്? ഇപ്പൊ നിങ്ങളൊരു ഭൂമി എടുക്കുകയാണെങ്കിൽ ആദ്യ ഭൂമിയെ പറ്റി നിങ്ങൾ എന്താ നോക്കുക? വെള്ളം കിട്ടുമോ? മനസ്സിലായില്ല? വെള്ളം കിട്ടൂല. പക്ഷെ കോയൽ വെള്ളം ഇവിടെ ഫുൾ ടൈം ഉണ്ടാവും. പിന്നെ നിങ്ങൾക്ക് വേറെ എവിടെയും കിട്ടൂലെങ്കിലും പൈസ ഇല്ലെങ്കിലും ഇതെടുക്കും. ഒരു ഭൂമി നിങ്ങൾക്ക് സെന്റിന് 10,000-ന് തരാം, പക്ഷെ വെള്ളം കിട്ടും. ഒരു ഭൂമിയോ 1.5 ലക്ഷം ഉറുപ്പിക എടുക്കണം, പക്ഷെ നല്ലോണം വെള്ളം കിട്ടും. നിങ്ങൾ ഇതെടുക്കുക, വെള്ളം എടുക്കും. അല്ല, ഇവിടെ കോയൽ വെള്ളം ഉണ്ട്, ഉറപ്പിക്കാൻ പറ്റില്ല. ഒരു ജനത ഒരു നാട്ടിൽ വരണമെങ്കിൽ അവിടുത്തെ കാര്യം എന്താ വേണ്ടത്? വെള്ളം വേണം. മക്കയിൽ ഒരു പുല്ല് പോലും മുളക്കാത്ത മണ്ണാണത്. ആയിരക്കണക്കായ വർഷങ്ങളായി. എന്തുകൊണ്ട്? ഇവിടെ എന്തില്ല? വെള്ളമില്ല. പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ വെള്ളം കൊടുത്തു. അതൊരു മിറാക്കിളാണ്. അല്ലാതെ എന്തല്ല, പറടൂ, എന്തല്ല, ഒരു സ്വാഭാവിക വെള്ളമല്ല. അപ്പൊ അതിന്മേലാണ് അവിടെ ഒരു സിവിലൈസേഷൻ വന്നത്. ഈ മിറാക്കിൾ എന്തിനു വേണ്ടി വന്നതാ? ഈ മിറാക്കിൾ എന്തിനാ വന്നത്? ഈ പുല്ല് മുളക്കാത്ത മരുഭൂമിയിൽ വെള്ളം ഉണ്ടായി എന്ന മിറാക്കിൾ എന്തിനു വേണ്ടി വന്ന മിറാക്കിളാണത്? റബ്ബനാ ലിയുഖീമുസ്സലാ. ആ ആയത്തിനെ ഓതി നോക്കടോ. റബ്ബനാ ഇന്നി അസ്കൻതു മിൻ ദുർരിയതി ബിവാദിൻ ഗൈരി ദി സർഇ ഇൻദ ബൈതികൽ മുഹറം റബ്ബനാ ലിയുഖീമുസ്സലാ. അപ്പോൾ അവിടെ വെള്ളം ഉണ്ടായത് എന്തിനാ? ഏകദൈവ ആരാധനക്ക. ആദ്യത്തെ ഏകദൈവ ആരാധനാലയവുമാണ് കഅബ. മനസ്സിലായില്ലേ? പിന്നെ അവിടെ വെള്ളം ഉണ്ടാകുന്നത് ഏകദൈവ ആരാധനക്കാണ്. അപ്പോൾ പിന്നെ അത് ബഹുദൈവ ആരാധനക്ക് വേണ്ടി പിടിച്ചാൽ അതെന്താണ്? അത് സോഷ്യൽ ക്രൈമാണ്. അല്ല, ശിർക്ക് ചെയ്തല്ല പ്രശ്നം. അതേ സമയത്ത് ഈ വിഗ്രഹങ്ങൾ വെച്ച് കഅബയെ മലിനമാക്കരുത് എന്ന് പറയുന്ന ക്രിസ്ത്യാനികൾ അന്ന് മക്കയിലുണ്ട്. മനസ്സിലായില്ലേ? സിറിയാക്ക് ഓർത്തഡോക്സ് സഭയുടെ ബിഷപ്പായിരുന്നു AD 610 മരണപ്പെടുന്ന വറഖ ഇബ്നു നൗഫൽ. എന്താ പറഞ്ഞേ? കസിൻ ഓഫ് ആരുടെ കസിൻ? ഖദീജത്തുൽ കുബ്രയുടെ കസിനാണ് ആര്? വറഖ ഇബ്നു നൗഫൽ. AD 610 മരിക്കുന്നത്. ഏത് വർഷം? റസൂലുള്ളാഹിക്ക് നുബുവത്ത് കിട്ടുന്ന അതേ വർഷം. ആ നുബുവത്തിനെ സർട്ടിഫൈ ചെയ്യണം. ഇത് ഇത് മൂസാക്കും ഈസാക്കും അല്ലാഹു അയച്ചു കൊടുത്ത അതേ
ആളെന്നെയാണ്, നിങ്ങൾക്ക് ദൈവിക വെളിപ്പാടാണ് ഈ കിട്ടിയത് എന്ന് പറഞ്ഞു. ഇനി നാട്ടുകാർ നിങ്ങളെ പുറത്താക്കുമെന്ന് ഞാൻ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ പ്രൊട്ടക്ട് ചെയ്യും, പക്ഷെ എനിക്ക് അത്ര ആയുസ് കിട്ടാൻ സാധ്യതയില്ല എന്ന് പറഞ്ഞു. അത് സർട്ടിഫൈ ചെയ്തു. നിങ്ങൾ സുമന്നതനായ നബിയാണ്, നിങ്ങൾ ഞാൻ കാത്തിരിക്കുന്നു പറഞ്ഞു. സന്തോഷിച്ച് കണ്ട് പിന്നെ താമസിയാതെ മരിക്കാണ്. ആര്? വർക്കാര ബിഷപ്പാണ്. എന്തിൻ്റെ? സിറിയാക്ക് ഓർത്തഡോക്സ് ചർച്ചിൻ്റെ ബിഷപ്പായിരുന്നു. ആര്? മക്കായിലെ ബിഷപ്പാണ്. ആര്? വറക്ക. ചരിത്രം പഠിക്ക്. ഈ വറക്ക സ്വർഗത്തിലാന്ന് റസൂൽ പറഞ്ഞിട്ടുണ്ട്. ഈ വറക്ക സ്വർഗത്തിലാന്ന് പറഞ്ഞിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾക്ക് പറയുന്നത് മനസ്സിലായി? നിങ്ങൾ ചിന്തിക്ക്, വറക്ക സ്വർഗത്തിലാണ് എന്നതിൻ്റെ സൂചനകൾ പുണ്യ റസൂൽ പറഞ്ഞിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. അയാൾ സിറിയാക്ക് ഓർത്തഡോക്സ് ചർച്ചിൻ്റെ മക്കയിലെ ബിഷപ്പ്. ഈ മനുഷ്യൻ പൂർണ്ണമായി എതിരാണ്. എന്തിന്? കഅബാലയത്തിൽ വിഗ്രഹങ്ങൾ വെക്കുന്നതിന്. എന്തുകൊണ്ട്? അത് തൗഹീദിന്റെ മണ്ണാണ്, അത് തൗഹീദിന്റെ ഗേഹമാണ്, അവിടെ ചെയ്യാൻ പാടില്ല. അപ്പോൾ പ്രശ്നം ഒരു സോഷ്യൽ ക്രൈമിനെതിരെയാണ്, എന്തിനെതിരെയല്ല, ശിർക്കിനെതിരെയല്ല. അവിടെയാണ് പ്രശ്നം. കാര്യങ്ങളെ വ്യക്തമായി ആദ്യം നിനക്കത് മനസ്സിലാവണ്ടേ? മനസ്സിലാക്കി കൊടുക്കാത്ത ആളുകളെ മുഴുവനും പിടിച്ച് നരകത്തിലിട്ട് ഇങ്ങനെ എണ്ണയിലിട്ട് പൊരിക്കുന്ന പണിയാണ് അല്ലാഹു തആലക്ക്. മനസ്സിലാണ്ട് പറഞ്ഞ ചിന്തിക്ക്. പിന്നെ ഇതിൻ്റെ അപ്പുറത്ത് ചില വാക്കുകളുണ്ട്, അതിപ്പോൾ തന്നെ പറഞ്ഞാൽ തെറ്റിദ്ധരിക്കും, അവിടെ ഞാൻ പറയില്ല. മനസ്സിലായില്ലേ? നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു മനുഷ്യൻ നന്മ ഉൾക്കൊള്ളെങ്കിൽ ആ നന്മയുടെ സാഹചര്യം വേണം. ഞാൻ എന്താ പറയുക, ദി ബർത്ത് പ്ലേസ് ഓഫ് ജീസസ് നസറേത്ത്, ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പ്രസവിക്കപ്പെട്ട സ്ഥലം കാണാൻ വേണ്ടി ക്യൂവിൽ നിൽക്കാം. ഒരു 10 കൊല്ലം മുമ്പാണ് സംഭവം. ചർച്ച ഏതാ? ചർച്ച് ഓഫ് നാറ്റിവിറ്റി. മനസ്സിലാണ് പറഞ്ഞത്. ബത്ലഹേമിലെ ചർച്ച് ഓഫ് നാറ്റിവിറ്റിയിൽ ഞാൻ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പ്രസവിക്കപ്പെട്ടു എന്ന് ക്രൈസ്തവ സഹോദരങ്ങൾ വിശ്വസിക്കുന്ന സ്ഥലം. ആ സ്ഥലം കാണാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. വലിയ നീണ്ട ക്യൂ. എപ്പോഴും ക്യൂ ഉണ്ടോ? നീണ്ട ക്യൂ. അപ്പോൾ എൻ്റെ തൊട്ട് മുന്നിലൊക്കെ വെള്ളക്കാരാണ്. അപ്പോൾ കുറേ നേരം നിൽക്കണം. ചില സമയത്ത് 2 മണിക്കൂറൊക്കെ നിൽക്കും. ഭയങ്കര തിരക്കുള്ള സ്ഥലമാണ്. ആ ചർച്ചിൻ്റെ സംരക്ഷണം ഇപ്പോഴും മുസ്ലിം പട്ടാളക്കാർക്കാണ്. എന്താ പറഞ്ഞത്? ഇപ്പോഴും ആ ചർച്ചിൻ്റെ സംരക്ഷണം ആ പലസ്തീനികളായ മുസ്ലിം പട്ടാളക്കാരാണ് ഇപ്പോഴും സംരക്ഷിക്കുന്നത്. ക്യൂ തെറ്റിയാലൊക്കെ അവിടെ ശ്രദ്ധിക്കലും അവിടെ ആളുകളെ പരിശോധിച്ച് ഉള്ളിൽ കയറ്റലും വിടലും ഒക്കെ ഇവരാണ്, മുസ്ലിം പട്ടാളക്കാരാണ്. അപ്പോൾ ഞാൻ ആ ക്യൂവിൽ നിൽക്കുന്ന സമയത്ത് എൻ്റെ തൊട്ട് മുന്നിൽ അയാൾ ഇങ്ങനെ വെറുതെ ഇങ്ങനെ നിൽക്കലും കുറേ സമയം നിന്നപ്പോൾ അങ്ങോട്ടും കൂടി നമ്മൾ സംസാരിക്കുമല്ലോ. അപ്പോൾ അയാൾ പറഞ്ഞു, ഞാൻ റൊമാനിയക്കാരനാണ്. എന്നിട്ട് അയാൾ പറഞ്ഞു, എനിക്ക് ആദ്യ അനുഭവമാണിത്. എൻ്റെ രാജ്യത്ത് ഞാൻ താമസിക്കുന്ന ഏരിയയിൽ ഒരു മുസ്ലിം ഇല്ല. എനിക്ക് അവിടുന്ന് ഈ യാത്രയിലാണ് മുസ്ലിങ്ങളെ കാണാൻ കഴിഞ്ഞത്. ഞാൻ മുസ്ലിങ്ങളെ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടേ ഇല്ല. റൊമാനിയക്കാരൻ അയാൾ. എൻ്റെ ഏരിയയിൽ മുസ്ലിങ്ങളെ ഇല്ല. ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായി ഈ യാത്രയിലാണ് ആരെ കാണുന്നത്? മുസ്ലിങ്ങളെ കാണുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ ഇയാൾക്ക് അള്ളാഹുവിനെ മനസ്സിലാക്കാനുള്ള സാഹചര്യം എന്താ? നബിയെ മനസ്സിലാക്കാനുള്ള സാഹചര്യം എന്താ? ഖുർആനെ മനസ്സിലാക്കാനുള്ള സാഹചര്യം എന്താ? നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? പുസ്തകങ്ങളല്ല സാഹചര്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരാൾക്ക് മറ്റൊരു മതത്തിൽ ആകർഷണം തോന്നണമെങ്കിൽ അതിനൊരു സാഹചര്യം എന്ന് പറഞ്ഞാൽ ആ സന്ദേശം ഉൾക്കൊള്ളുന്ന മനുഷ്യൻ്റെ ശുദ്ധതയാണ്. അൽ അമീൻ എന്ന മനുഷ്യൻ്റെ അമാനത്താണ് സത്യത്തിൽ മക്കക്കാരെ ആകർഷിപ്പിച്ചത്, അല്ലാതെ ഖുർആന്റെ കേവല വരികളല്ല. അത് വലിയ വരികൾ തന്നെ, പക്ഷെ അത് കണ്ട് പഠിച്ച് മുസ്ലിമായവർ 1% പോലും വന്നോളണമെന്നില്ല. അതായത് നബിയുടെ കാലത്ത് തന്നെ ഖുർആൻ ഓതിയിട്ട് മുസ്ലിം ആയത് 1% പോലും ഉണ്ടാവില്ല. പിന്നെന്താ പറയാ? നിങ്ങൾ ഇങ്ങോട്ട് നോക്കടോ. ഹബീബാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം فبما رحمة من الله لنت له ولو كنت فظا غليظ القلب لانفضوا من حولك. അള്ളാഹു അങ്ങേക്ക് നൽകിയ വല്ലാത്ത ഒരു മാർദ്ദവമുള്ള സ്വഭാവം കൊണ്ടാണ് അങ്ങ് അവരോട് മാർദ്ദവം ചെയ്തു.
അപ്പോൾ അങ്ങിലേക്ക് ആളുകൾ ഒഴുകി. അങ്ങൊരു പരിശഹൃദയനായിരുന്നുവെങ്കിൽ ആളുകൾ തിരിച്ചാണ് ഓടുക. അപ്പോൾ ഒരാശയത്തിലേക്ക് ജനം ആകൃഷ്ടനാവാനുള്ള കാരണം എന്താ? അത് ആ ആശയമുള്ള ആളുകളുടെ വ്യക്തിപ്രഭാവത, ശുദ്ധത അല്ലെ? അങ്ങനെ തന്നെ അതാണ് അയാൾ ചിലപ്പോൾ എന്താണെങ്കിലും. ചില കമ്മ്യൂണിസ്റ്റ് ഭരണത്തെ ജനങ്ങൾ ക്ഷമിക്കും. എന്തുകൊണ്ട്? അതിന് മുന്നിൽ നിന്നൊരു വ്യക്തി ഉണ്ടാവും. കമ്മ്യൂണിസം എന്നത് മനുഷ്യ സമൂഹത്തിന് വന്ന ഒരു വലിയ ഭീമമായ അബദ്ധമാണെങ്കിലും ചിലപ്പോൾ അതിൻ്റെ മുന്നിൽ ആര് നിൽക്കും? നല്ല ഹൃദയമുള്ള മനുഷ്യർ. അവര് അനീതി അംഗീകരിക്കൂല, അധർമ്മം ചെയ്യാൻ സമ്മതിക്കൂല. അപ്പൊ അതുകൊണ്ട് ആ ഒരു ആദർശത്തിൽ ജനങ്ങൾ ഒരു വേള അബദ്ധമായ ആശയം പോലും ജനം സ്വീകരിക്കും. എന്തുകൊണ്ട്? അത് പേറി നിൽക്കുന്ന ആളുടെ സൽസ്വഭാവം എങ്കിൽ ഏറ്റവും സുബദ്ധമായ ആശയം. പക്ഷെ ഈ മനുഷ്യൻ മോശപ്പെട്ട ആളാണെങ്കിൽ ഇതിലേക്ക് ഒരാളെ കിട്ടൂല. അള്ളാഹ് തന്നെ പറഞ്ഞല്ലോ. ഇസ്ലാം തെറ്റായത് കൊണ്ടാണോ അള്ളാഹ് അങ്ങനെ പറഞ്ഞത്? അല്ല. ഈ ആശയത്തിന്റെ പോരായ്മയല്ല. നിങ്ങൾ പരിശഹൃദയനായിരുന്നുവെങ്കിൽ ഒരാളതിലേക്ക് കിട്ടൂല, ജനങ്ങൾ തിരിച്ചോടും. അപ്പോൾ ഒരു ആശയത്തെ സൊസൈറ്റി അക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ ആ ആശയത്തിന്റെ ദൃഢതയേക്കാൾ പ്രധാനമാണ് എന്ത്? ആ ആശയത്തെ പേറി നിൽക്കുന്ന സൊസൈറ്റിയുടെ ശുദ്ധമായ ജീവിതവും ശുദ്ധമായ സ്വഭാവവും അല്ലേ? ഇത് കണ്ട് മനസ്സിലാക്കാൻ ഈ റൊമാനിയക്കാരനൊരു സാഹചര്യം ഇല്ല. ചിന്തിക്ക്. ഏതോ ഒരു കലക്ടറാണോ അതല്ലെങ്കിൽ വിദ്യാഭ്യാസ ഓഫീസറാണെന്ന് എനിക്ക് ഓർമ്മയില്ല. ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് വായിച്ചതാണ്. ഒരു വിദ്യാഭ്യാസ ഓഫീസറോ കലക്ടറോ എന്ന് എനിക്കറിയില്ല. അയാൾക്ക് മലപ്പുറത്താണ് ആദ്യത്തെ അപ്പോയിൻമെൻറ്റ് കിട്ടിയത്. അങ്ങനെ അദ്ദേഹം മലപ്പുറത്തേക്ക് കലക്ടറായിട്ടോ ഇനി വിദ്യാഭ്യാസ ഓഫീസറായിട്ടോ മറ്റോ വരിക. അപ്പോൾ അയാളുടെ നാട്ടിൽ പറഞ്ഞു കേൾക്കുകയാണ് എന്ത് മലപ്പുറത്തുകാർ ഭീകരവാദിയാണ്. അപ്പോൾ അയാൾക്ക് മടിച്ച് അയാൾ മലപ്പുറത്തേക്ക് വന്നു. ജീവൻ പോവുകയാവോ എന്നൊക്കെ വിചാരിച്ചു വരുന്നത്. അങ്ങനെ മലപ്പുറത്തെ അയാൾ അതൊരു കുട്ടി പാകിസ്ഥാനാണ്. അവിടുത്തെ വരുന്ന ആളുകളെയൊക്കെ തലെടുക്കുന്ന ആളുകളാണ്. അങ്ങനെയാണ് ഒരു അരയിൽ എപ്പോഴും മലപ്പുറം കത്തി ഉണ്ടാവും. അങ്ങനെയൊക്കെയാണ്. ഇന്നലെ 2 വെട്ടാണ്. അങ്ങനെയൊക്കെ കേട്ട് ഇയാൾ വന്ന്. കാരണം ഇയാൾക്ക് അപ്പോയിൻമെൻറ്റ് അവിടെയാണ് കിട്ടിയത്. അതുകൊണ്ട് ഇനി എപ്പോഴെങ്കിലും വേറെ സ്ഥലത്തേക്ക് മാറ്റം വാങ്ങണമെങ്കിലും തൽക്കാലം ഇവിടെ നിന്ന് ജോയിൻ ചെയ്യണം. അങ്ങനെ ഇയാൾ വന്നു. കുറച്ചു കാലം ഇവിടെ ജോലി ചെയ്തപ്പോൾ പിന്നെ അയാൾക്ക് തിരിച്ചു പോകാൻ കഴിഞ്ഞില്ല. പിന്നെ അയാൾ കുടുംബം ഇങ്ങോട്ട് വന്നു, ഇവിടെ പാർത്തു. അയാളുടെ നേരിൻ്റെ അനുഭവം എനിക്ക് തോന്നാതെ മലപ്പുറത്തിൻ്റെ ചരിത്രം എന്ന ഒരു പുസ്തകത്തിലാണോ മറ്റോ ഞാൻ വായിച്ചതെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അത് മലപ്പുറം ജില്ലയുടെ 50ാം വാർഷികത്തിന് പുറത്തിറങ്ങിയ പുസ്തകമോ മറ്റോ ഏതായാലും ഞാൻ വായിച്ചത്. മനസ്സിലാണ് പറഞ്ഞത്. അതറിയാത്ത, അവരുമായി പരിചയമില്ലാത്ത ഒരു ജനതയ്ക്ക് എന്തു കേൾക്കും? അതേസമയത്ത് ആ ജനതയിൽ എത്തുമ്പോഴാണ് ഇതിന്റെ മഹത്വം മനസ്സിലാവുന്നത്. അങ്ങനത്തെ സാഹചര്യമില്ലാത്ത കോടിക്കണക്കായ ജനങ്ങൾ ലോകത്തൊക്കെ ഉണ്ട്. അവർ സ്വർഗത്തിൽ കിടക്കുന്നോ സ്വർഗത്തിൽ കിടക്കൂലെന്നോ നരകത്തിൽ കിടക്കുന്നോ ഇല്ലെന്നൊന്നും എന്റെ തീരുമാനമല്ല. തീരുമാനമല്ലല്ലോ, റബ്ബിന്റെ തീരുമാനം. പക്ഷെ റബ്ബിനെ പറ്റി പറഞ്ഞ എന്താ? റബ്ബ് റഹ്മാൻ റഹീമുമാണ്. ബിസ്മില്ലാഹി റഹ്മാൻ റഹീം. കണ്ടവരെയൊക്കെ നരകത്തിലിട്ട് പൊരിക്കണ പണി എല്ലാവർക്കും. ഇന്നലത്തെ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു, എല്ലാവരെയും കാഫിർ എന്ന് പറയാൻ പാടില്ല. അമുസ്ലിം മുഴുവനും കാഫിറല്ല. അമുസ്ലിമാണ്. എന്ത് പറയരുത്? കാഫിർ എന്ന് പറയണമെങ്കിൽ സത്യനിഷേധിയാവണം. നിങ്ങൾ എന്ത് പറഞ്ഞോളി, എന്ത് പറഞ്ഞോ? അമുസ്ലിമാണ്. കാഫിറല്ല. കരുണാകരൻ മരിച്ചത് ഏതാ വർഷം? കേരളം കണ്ട ഏറ്റവും ഒരു സഹൃദയനായ ഭരണാധികാരിയാണ് ആര്? കരുണാകരൻ. നമ്മളെ ചരിത്രത്തിൽ നമുക്കുള്ളൊരു ദുഃഖത്തിൽപ്പെട്ടതാണ് എന്ത്? കരുണാകരൻ മരിച്ചുപോയി. കരുണാകരനെ നിങ്ങൾ കാഫിർ എന്ന് പറയാം? കരുണാകരൻ ജീവിക്കുന്ന കാലം അത്രയും മുസ്ലിങ്ങളോട് സ്നേഹവായ്പിൽ പെരുമാറുകയും മുസ്ലിങ്ങളുടെ കാര്യങ്ങളിലൊക്കെ വളരെ ബദ്ധശ്രദ്ധനാവുകയും നമ്മളെ കൂടെ നിൽക്കുകയും ചെയ്ത ഒരാളാണ് ആര്? ഉദാഹരണം കരുണാകരൻ. ഉദാഹരണം അങ്ങനത്തെ ആയിരക്കണക്കിന് കരുണാകരന്മാർ നമ്മുടെ നാട്ടിൽ നിന്നുണ്ട്. അവർക്ക് ആ സന്ദേശം പടച്ചും കൊടുത്തിട്ടില്ല, തൗഫീഖും ഇല്ല. പക്ഷെ എന്തെന്ന് പറയാൻ പറ്റൂല, കഫറല്ല, മുസ്ലിമാണ്. ഉദാഹരണമായി പറയുന്നത്. ഉദാഹരണം കെജ്രിവാൾ പ്രധാനമന്ത്രിയായ ഒരു വർഷം
ഇപ്പോൾ കെജ്രിവാളിന് പ്രധാനമന്ത്രിയായ ഒരു വർഷം ഞാൻ ലേഖനത്തിൽ വെച്ചാൽ ഈ അടുത്ത കാലത്ത് കെജ്രിവാൾ എന്താ പറയുക, മറ്റേ ഒരാളുണ്ട്, കെജ്രിവാൾ ഇല്ലാത്ത ഒരാളുണ്ട് പ്രധാനമന്ത്രിയായ, എന്താ പറയുക, ഒരു സ്കെൽറ്റായ ഒരാൾ, എന്താ പറയുക, നരസിംഹറാവുവിന് ശേഷം കോൺഗ്രസ്സുകാരൻ ഗുജറാത്ത്. ഓക്കെ, രണ്ടിലുള്ളത് കൊണ്ട് എനിക്ക് പേച്ചത്. ഐക്യ ഗുജറാൾ പ്രധാനമന്ത്രിയായ വർഷം ഡൽഹിയിലെ ഒരു മീലാദ് യോഗത്തിൽ പ്രസംഗിക്കാൻ വേണ്ടി ഐക്യ ഗുജറാൾ പ്രധാനമന്ത്രിയെ ക്ഷണിച്ചു. അങ്ങനെ പ്രധാനമന്ത്രി സമ്മേളനത്തിന് വന്നു. നബിദിന സമ്മേളനം, വലിയ ആൾ കൂടി നബിദിന സമ്മേളനം. അങ്ങനെ ആ നബിദിന സമ്മേളനത്തിന് വന്ന് പിന്നെ എന്ത് ചെയ്തു, അപ്പോൾ അവിടുത്തെ സ്വാഗതം പറഞ്ഞ ആള് എന്ത് പറഞ്ഞു, ഞങ്ങൾക്ക് മുസ്ലിങ്ങൾക്ക് പിന്നെ ലഭിക്കേണ്ട കുറച്ച് ആനുകൂല്യങ്ങളും ആവശ്യങ്ങളും ഇന്നാലിൻ്റെ കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് ഇവിടെ കിട്ടേണ്ടതുണ്ട്, അങ്ങനെയുണ്ട് എന്ന് പറഞ്ഞ് സ്വാഗതം കിട്ടിയൊരവസരമാണല്ലോ. ആരെ? ആ പ്രധാനമന്ത്രി നബിദിനത്തിന് കിട്ടിയൊരവസരമല്ലേ. അപ്പോൾ ആവശ്യങ്ങളെ പാണ്ടക്കെട്ട് പിന്നെ ഐക്യ ഗുജറാളിൻ്റെ പ്രധാനമന്ത്രിയെ മുന്നിൽ നിരത്തി. പ്രധാനമന്ത്രി വളരെ ക്ഷമക്കെട്ട് ആ വേദിയിലിരുന്നു. തന്നെ പരിപാടിക്ക് ഉദ്ഘാടനത്തിന് വേണ്ടി ക്ഷണിച്ച് പണിയിട്ടിട്ട് പറഞ്ഞു, ഞാൻ ലോകം കണ്ട ഒരു മഹാമനുഷ്യൻ്റെ ജന്മദിനം ആഘോഷിക്കാൻ വേണ്ടി വന്നത്. ആ മഹാമനുഷ്യൻ്റെ ഇന്നത്തെ അനുയായികൾ ഇത്ര മോശമാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാനിതിന് വരില്ല. നിങ്ങൾക്കത് ഇന്നലെ എൻ്റെ ചേംബറിൽ ഒന്ന് പറയാം, നാളെയും പറയാം. ഇപ്പോൾ നമ്മൾ ആവശ്യങ്ങൾ കൊണ്ട് അങ്ങോട്ട് കൊണ്ട് പറയില്ല വേണ്ടത്. ലോകം കണ്ട ഞാൻ ഏറ്റവും ആദരിക്കുന്ന ഒരു മഹാൻ്റെ ജന്മദിനം എൻ്റെ കസേരയിലിരുന്ന് ആ അധികാരം ഉപയോഗപ്പെടുത്തി ആ മഹാനെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടി വന്നതാണ്. ആരെടുത്ത മോശം പറയും, ആരെടുത്ത മോശം എന്താണെങ്കിലും അത് പറഞ്ഞല്ലോ. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ലേ? നിങ്ങൾക്ക് നാളെ എൻ്റെ അടുത്തൊന്ന് പറഞ്ഞോളൂ, നിങ്ങൾക്ക് ഇന്നാലിന കമ്മികളുണ്ട്, അത് ഇന്നാൽക്കാണ് ഞാൻ പരിഹരിക്കാതിരിക്കാം. ഇന്നലെ പറഞ്ഞോളൂ, നാളെ പറഞ്ഞോളൂ, ഇന്ന് പറയരുത്. ഇന്ന് നമ്മൾ അങ്ങനെ സംസാരിക്കാൻ പാടില്ല. എന്തുകൊണ്ട്? ഇന്ന് നമ്മളെ ആനുകൂല്യങ്ങളും അവകാശങ്ങളും ഒരു സമരപ്പന്തലിൽ പറയേണ്ടതുപോലെ പറയേണ്ട ദിവസമല്ല. ലോകം കണ്ട മഹാമനുഷ്യന്റെ ജന്മദിനാണെന്ന് അതിനാ വന്നത്. അത്രയും വലിയ ഒരു മഹാനായ മനുഷ്യന്റെ ജന്മദിനം ആഘോഷിക്കാൻ വേണ്ടി വന്നതിൽ, നിങ്ങളുടെ ഈ പിച്ചച്ചട്ടിയിലെ വാക്കുകൾ കേൾക്കേണ്ടി വന്നതിൽ ഞാൻ ലജ്ജിക്കുന്നു. എങ്ങനെയുണ്ട്? മനസ്സിലോണ്ട് പറഞ്ഞത്. ഇവരൊക്കെ സത്യത്തിൽ തെറ്റിദ്ധരിപ്പിച്ചതാരാ? ധരിപ്പിച്ചുകൊണ്ടിരിക്കുന്നതാരാ? ഇന്ന് പറ, ആരാണ്? നമ്മളാണ്. വിശാല ഹൃദയമത് നമുക്കുണ്ടോ? നമ്മൾ ബൈബിള് തപ്പാണ്, അടുത്തതായിട്ട് ക്രിസ്ത്യാനിയെ കുറ്റം പറയുന്ന എന്താ വഴി? ചിന്തിക്ക്. അഫ്ഗാനിസ്ഥാനിലാണ് ബാമിയാനിലെ ബുദ്ധപ്രതിമകൾ. ഒരു മുസ്ലിം രാജ്യത്ത് അല്ലേ? പറയടൂ, ആണോ അല്ലേ? നിങ്ങളെൻ്റെ കൂടെ ഉണ്ടോ? ആദ്യം എൻ്റെ കൂടെ ഉണ്ടോ തീരുമാനിക്കും. നിങ്ങൾ എൻ്റെ കൂടെയുണ്ടോ എന്ന് തീരുമാനിക്കും. ബാമിയാനിലെ ബുദ്ധപ്രതിമകൾ, ഈ ബുദ്ധപ്രതിമകൾ AD 5-ാം നൂറ്റാണ്ടിൽ ഉണ്ടാക്കിയതാണ്. എൻ്റെ ഓർമ്മയിൽ എടുത്ത് പറയുന്നത്. ബാമിയാനിലെ ബുദ്ധപ്രതിമകൾ ഉണ്ടാക്കുന്നത് മനസ്സിലായി, പർവ്വതത്തിൻ്റെ ഏരിയ വെട്ടി ഭംഗിയാക്കുക. ഈ ബുദ്ധപ്രതിമകൾ അവിടെ വെട്ടിയിട്ട് ആ ബുദ്ധപ്രതിമകളെ സ്ഥാപിക്കുന്നത് ആ ഒരു മലവാരത്തിൽ ഗാന്ധാരത്തിലാണ് ഈ ബുദ്ധപ്രതിമകൾ. ബാമിയാൻ ഗാന്ധാരം ഉൾപ്പെടുന്ന ഒരു പ്രദേശം. കേൾക്കുന്നുണ്ടോ? ഗാന്ധാരത്തിൽ നിന്ന് വന്നവളാണ് ആര്? ഗാന്ധാരി. ഇതിഹാസങ്ങളിൽ ഗാന്ധാരി എന്നൊരു കഥാപാത്രമുണ്ട്. അവർ ഗാന്ധാരം ഇന്നത്തെ അഫ്ഗാനിസ്ഥാനിൽ, അവിടുത്തെ ഒരു പ്രദേശമാണ് എന്ത്? ബാമിയാൻ. ഈ ബുദ്ധപ്രതിമകൾ AD 5-ാം നൂറ്റാണ്ടിലോ അല്ലെങ്കിൽ 2-ാം നൂറ്റാണ്ടിലോ ഉണ്ടായതാണ്. 5-ാം നൂറ്റാണ്ടാണ് എൻ്റെ ഓർമ്മ. സ്ഥാപിച്ചത് റസൂലുള്ളാഹിക്ക് നുബുവത്ത് കിട്ടുന്ന ഏതാണ്? 7-ാം നൂറ്റാണ്ട്. അപ്പോൾ റസൂലുള്ളാഹി തങ്ങൾ ജനിക്കുന്നതിൻ്റെയും ഏകദേശം 200-ഓളം വർഷങ്ങൾക്ക് മുമ്പ്, ഏറ്റവും ചുരുങ്ങിയത് 200-ഓളം വർഷങ്ങൾക്ക് മുമ്പ് സ്ഥാപിക്കപ്പെട്ടതാണ് എന്ത്? ബാമിയാനിലെ ബുദ്ധപ്രതിമകൾ. ശരിക്കണേ അതൊന്നല്ലേ പറയാൻ പോകുന്നത്. ഈ പ്രദേശം ഇസ്ലാമിന് വഴിപ്പെടുമ്പോൾ മദീനയിലെ ഖലീഫ ഉമർ ബിൻ ഖത്താബാണ്. അപ്പോൾ ആ
പ്രദേശത്തൊരു നന്മ നടപ്പിലാക്കാതെയോ തിന്മ നടപ്പിലാക്കിയാലോ, നന്മ നടപ്പിലാക്കാതിരുന്നാൽ വന്ന കുറ്റമോ തിന്മ നടപ്പിലാക്കിയാൽ വന്ന കുറ്റമോ പേരേണ്ടത് ആരാണ്? ഉമർ ഇബ്നുൽ ഖത്താബ്. മനസ്സിലായോ പറഞ്ഞത്? ഏതെങ്കിലും മരുഭൂമിയിൽ ഒരാട്ടിൻകുട്ടി വിശന്ന് മരിച്ചാൽ ഞാൻ അതിന് ഉത്തരവാദിയാകുമല്ലോ എന്ന് പറഞ്ഞ് കരഞ്ഞ ആളാണ് ഉമർ ഇബ്നുൽ ഖത്താബ്. നിങ്ങളിൻ്റെ കൂടെ വരണം, അപ്പോഴേ മനസ്സിലാവുള്ളൂ. മനസ്സിലാണ്ട് പറഞ്ഞു കല കൊടുത്താലോളം ചിന്തിക്കുക. നമ്മൾ എത്ര നേരിൽ നിന്ന് അകന്നു പോയി എന്നതിന് തെളിവാണ് ഈ പറയുന്നത്. എൻ്റെ ഓർമ്മ 641 അഫ്ഗാനിസ്ഥാൻ ഇസ്ലാമിൽ വരുന്ന വർഷം. അഫ്ഗാനിസ്ഥാൻ പ്രവിശ്യ, ഗാന്ധാരം അല്ലെങ്കിൽ ബാമിയാൻ അടക്കമുള്ള ഭൂപ്രദേശം ഇസ്ലാമിൻ്റെ കീഴിൽ വരുന്നത് AD 641. അപ്പോൾ ഖലീഫ ആരാ? പറ, ആരാ? ഉമർ ഇബ്നുൽ ഖത്താബ് അല്ലേ? ആണോ അല്ലേ? പറയടോ, ആണോ അല്ലേ? ഉമർ ഇബ്നുൽ ഖത്താബ്. ശരി. അപ്പോൾ ബാമിയാനിലെ ബുദ്ധപ്രതിമകൾ ഇസ്ലാമിന്റെ അധീനതയിലാകുന്നത് AD 641. അപ്പോൾ ഖലീഫ ഉമർ ഇബ്നുൽ ഖത്താബിന്റെ കാലത്താണ് ബാമിയാനിലെ ബുദ്ധപ്രതിമകൾ ഇസ്ലാമിന്റെ അധീനതയിലാകുന്നത്. ആ ബുദ്ധപ്രതിമകൾ തകർക്കുന്ന വർഷം AD 2004. അപ്പോൾ തൻ്റെ ദേശത്ത് ഉമർ ഇബ്നുൽ ഖത്താബ് അത് സംരക്ഷിച്ചു, ഉസ്മാൻ ബിൻ അഫ്ഫാൻ സംരക്ഷിച്ചു. പറഞ്ഞു കൊന്തായികളെ, നിങ്ങളെ കൂടെ ഞാനില്ല. അതിൻ്റെ അർത്ഥം ബുദ്ധവിഗ്രഹത്തിന് ആരാധിക്കണമെന്നല്ല. ഉമറിൻ്റെ നീതിയല്ലേ നീതി? എൻ്റെ ഖലീഫക്ക് ഗവർണർമാരില്ലേ, ഉടനെ തന്നെ ഓർഡർ കൊടുത്തു, അവിടെ എന്തോ ശിർക്കുണ്ടോ തട്ടിന്നേൽപ്പായി കളി. അപ്പോൾ ബാമിയാനിലെ ബുദ്ധപ്രതിമകൾ AD 5-ാം നൂറ്റാണ്ടിലോ മറ്റോ ഉണ്ടാക്കിയ ബുദ്ധപ്രതിമകൾ ഇസ്ലാമിൻ്റെ കീഴിലും അധീനതയിലും ഉത്തരവാദിത്തത്തിലും വരുന്നത് പറയും AD 641 32 നബി വഫാത്തായി. അപ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് അതെന്തിൽ വന്നു? ഇസ്ലാമിന്റെ അധീനതയിൽ വന്നു. ശരി, ഈ ബുദ്ധപ്രതിമകൾ തകർക്കുന്ന വർഷം ഏതാണ്? 2004. അപ്പോൾ ആ ബുദ്ധപ്രതിമകൾ ഖലീഫ ഉമർ ഇബ്നുൽ ഖത്താബ്, ഉസ്മാൻ ബിൻ അഫ്ഫാൻ, അലി ബിൻ അബി താലിബും, മുആവിയ ബിൻ അബി സുഫ്യാനും, പിന്നെ അമവികളും, പിന്നെ അബ്ബാസികളും, പിന്നെ മംലൂക്കികളും, പിന്നെ സെൽജൂക്കികളും, പിന്നെ അയ്യൂബികളും, പിന്നെ ഉസ്മാനികളും സംരക്ഷിക്കുന്നത് എത്ര വർഷമാണ്? പറയേ, എത്ര വർഷം? 641 മുതൽ 2004 വരെ എത്ര വർഷം? പറയടോ, എത്ര വർഷം? 1400ഓളം വർഷം ഇതിനെ സംരക്ഷിച്ചു. ആരും രക്ഷിച്ചു? ഖലീഫ ഉമർ ബിൻ ഖത്താബ് മുതലുള്ള എല്ലാ കാലത്തെ മുസ്ലിമീങ്ങളും തകർത്തതോ താലിബാനികൾ. അപ്പോൾ താലിബാനിസത്തിന്റെ ഇസ്ലാമിനെ യഥാർത്ഥ ഇസ്ലാമായി അംഗീകരിക്കാൻ കഴിയില്ല. ഒരിക്കലും കഴിയില്ല. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? വേദഗ്രന്ഥങ്ങളെ കുറിച്ച് ഒരു ഇസ്ലാമിക സ്കോളറിന് ബോധമുണ്ടെങ്കിൽ നോക്കി. പക്ഷേ പൊതുസമൂഹത്തിന്റെ മധ്യത്തിൽ ഒരു വേദഗ്രന്ഥത്തെ, അത് ഏത് സമൂഹത്തിന്റെ വേദഗ്രന്ഥമാണെങ്കിലും അതിനെ നിസ്സാരവൽക്കരിക്കുകയോ കൊച്ചാക്കുകയോ അതിൻ്റെ കണ്ണെ കളവാക്കുകയോ അതിൻ്റെ കളവുകൾ കണ്ടെത്തി പ്രസംഗിക്കുകയോ ചെയ്യുന്നത് നാട്ടിൻ്റെ ധാർമ്മികമായ സോഷ്യൽ നന്മക്ക് എതിരാണ്. അത് ഇസ്ലാമിൻ്റെ രീതിയെ അല്ല. മക്കേന്ന് മദീനയിലെത്തുമ്പോൾ റസൂലുള്ളാഹിയുടെ കയ്യിൽ എത്ര ആയത്തെ? 81 സൂറത്തിറങ്ങിയിട്ടുണ്ട്. നബി ഇങ്ങനെ പീടിപിടാൻ തരം കാര്യം. ഇതാണ് ആയത്ത്, ആർക്കും തെളിവിരിക്കാം, ഇതാണ് മറുപടി, മതപ്രവാദം പേര് വിളിക്കുന്നു. ഇന്നത്തെ മുറിച്ചുത്തികളാണ് അല്ലാഹു തആല അനുഭവത്ത് തരുന്നെങ്കിൽ അന്നതിന് തീരുമാനമാവും. ഏതെങ്കിലും പീടി കയറി റസൂൽ എന്തെങ്കിലും പറഞ്ഞോ? അതേ റസൂലുള്ളാഹിന്റെ വീട്ടിൽ ജൂതന്മാർ സെർവൻ്റായി നിന്ന സമയം ഉണ്ടായിട്ടുണ്ട്. എന്തൊക്കെ മനുഷ്യനോട് പറഞ്ഞത് ക്രൈമിനെ മനസ്സിലാക്കണം. സോഷ്യൽ ക്രൈം ഒരിക്കലും അംഗീകരിക്കാൻ പാടില്ല. എന്തുകൊണ്ട്? അത് മനുഷ്യൻ്റെ ഭൂമിയിലെ വാസത്തെ ഇല്ലാതെയാക്കും. അവിടെയാണ് പ്രശ്നം. മറ്റേ ശിർക്ക് ചരിത്രാതീത കാലം മുതലേ കഴിഞ്ഞു.